ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മാങ്ങ കൊണ്ട് ജാം ഉണ്ടാക്കാനാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, മാങ്ങ ജാം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനിതൊരു ചെറിയ മാങ്ങകളാട്ടോ, ഒരു 6 മാങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്ത് നല്ലോണം കഴുകി വൃത്തിയാക്കി അതിൻ്റെ തോലൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട്. ഇതിലൊന്ന് നമുക്കത് അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഞാൻ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതാ മാങ്ങ നല്ലോണം കട്ട കൂടാതെ തന്നെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. മാങ്ങ നല്ല മധുരമുണ്ട്, അതുകൊണ്ടാട്ടോ ഞാൻ പഞ്ചസാര 3/4 ഗ്ലാസ് എടുത്തേക്കുന്നത്. മാങ്ങ മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര എടുക്കാം. ഞാനിതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ. പട്ട, ഇത് ചെറിയ പട്ടയെ കൊണ്ടാണ് കേട്ടോ, ചെറിയ കഷ്ണങ്ങളായതുകൊണ്ടാണ് ഞാൻ 3-4 കഷ്ണം എടുത്തുക്കുന്നത്. അല്ലെങ്കിൽ ഒരു പട്ടയുടെ ഒരു അരഭാഗം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ലോണം ഒന്ന് മെൽറ്റായി കിട്ടണം കേട്ടോ, നല്ല മെൽറ്റായി വരണം. ഉരുകി വരട്ടെ. നല്ല നമ്മളെ പഞ്ചസാര നല്ല വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരിവാകുമ്പോൾ നമുക്കത് ഇത് മാങ്ങ അടിച്ചത് നമുക്കതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഗ്രാമ്പൂൻ്റെ നമ്മൾ ലാസ്റ്റ് ഈ പട്ടയുടെ ലാസ്റ്റ് നമ്മൾ ഇതെടുത്ത് കളയണം കേട്ടോ. ഇനി ഇത് നല്ലോണം നല്ല ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിൽ കണ്ടോ, കഷ്ണങ്ങളൊന്നുമില്ല, നല്ല ഫൈനായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടാണ് അതിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കഷ്ണം പാടില്ല കേട്ടോ. ഇതിൽ നല്ലോണം ഇത് ഇളക്കി നല്ല കുറുകി വരണം കേട്ടോ. അതായത് നല്ല വറ്റി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് കൂടി ഇങ്ങനെ ഒന്ന് ഇളക്കി നല്ലോണം കൊടുക്കുക കേട്ടോ. ഇതാണ് ഈ ഒരു പരുവാണ് കേട്ടോ. അതങ്ങനെ ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി കട്ടിയാകും. ഒരു 5 മിനിറ്റ് കൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതാ നമ്മുടെ മാങ്ങ ജാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. തണുത്തതാ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.